ഹലോ, ഇന്ന് കുഞ്ഞിക്കലത്തപ്പത്തിൻ്റെ വീഡിയോ ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പമാണ്. നല്ല ആരൊക്കെ എടുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കുക്കർ കലത്തപ്പം ഇതിനു മുമ്പേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ കയ്യിൽ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ അതിൽ ഉണ്ടാക്കിയെടുക്കാം. അതില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ കൈവശമുള്ള ചീനച്ചട്ടിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പറയുന്ന അളവിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ആരൊക്കെ എടുത്ത് അതുപോലത്തെ കലത്തപ്പം കിട്ടും. ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാം. നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടില്ലേ പച്ചരി, അതാണ് എടുത്തിട്ടുള്ളത്. ബിരിയാണി അരി വെച്ചും ഉണ്ടാക്കിയെടുക്കാം, പക്ഷേ ഈ അരി കൊണ്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അരിയിൽ നല്ല അഴുക്കൊക്കെ ഉണ്ടാവും. നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. 250 ml കപ്പിലാണ് ഞാൻ അളന്നെടുത്തിരുന്നത്. അതേ കപ്പ് വേണമെന്നില്ല, ഗ്ലാസ്സിലെടുത്താലും മതി. പിന്നീട് വെള്ളം ഇളക്കുമ്പോഴും അതേ ഗ്ലാസ്സിൽ തന്നെ അളന്നെടുത്താൽ മതി. അരി കഴുകി അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3-4 മണിക്കൂർ വെക്കാം. അരിയിലുള്ള വെള്ളം മുഴുവനായിട്ടും പോകാൻ വേണ്ടി ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരിയിലെ വെള്ളം മുഴുവനായിട്ടും പോയിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 3 ഏലക്കായ, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളുപ്പ്, 2 ടേബിൾ സ്പൂൺ ചോറും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്താൽ നേരെ അരഞ്ഞ് കിട്ടില്ല എന്നുള്ളതുകൊണ്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. ബാക്കി അരച്ചതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏത് ഗ്ലാസ്സിലാണോ അരി എടുത്തത് അതിൽ തന്നെ വെള്ളം അളന്നെടുക്കാൻ നോക്കുക. അരി അരച്ചത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിന് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 3 അച്ച് ശർക്കരയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ഇതൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. അടച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. ശർക്കരപ്പാനി അരിച്ച് ചൂടോടുകൂടി മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുന്നതോടൊപ്പം അത് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. അരി അരച്ച് വെച്ചതിന് ശേഷം ശർക്കര ഉരുക്കിയാൽ മതി. ചൂടോടുകൂടി മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് നല്ല ആരെടുത്ത കലത്തപ്പം കിട്ടുക. കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടതിന് ശേഷം എല്ലാ ഭാഗത്തൊക്കെ എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് മാറ്റി വെക്കാം. 2 ടേബിൾ സ്പൂൺ ചെറിയുള്ളി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വറുത്തെടുക്കാം. ചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് അരിഞ്ഞു വെച്ച ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് വെള്ളപ്പത്തിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ചീനച്ചട്ടിയിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇച്ചിരി കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്ത് അതൊന്ന് വറുത്ത് കോരാം. കുറച്ച് എണ്ണ വേറെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ നല്ല ചൂടായ ചട്ടിയിലേക്ക് കലത്തപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എത്രത്തോളം വലുപ്പം വേണമെന്നുള്ളതിനനുസരിച്ച് മാവ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് കോരിയ തേങ്ങാക്കൊത്തും ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കാം. 1 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഒരു 3 മിനിറ്റ് കൊണ്ട് തന്നെ കലത്തപ്പം വേവായി കിട്ടും. വേവായിക്കണമെന്ന് സംശയം തോന്നുകയാണെങ്കിൽ ഒരു ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. ടൂത്ത് പിക്കുമ്പോൾ മാവുണ്ടെങ്കിൽ വേവായിട്ടില്ല, അപ്പോൾ 1 മിനിറ്റ് കൂടി ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഞാനത് തിരിച്ചിട്ട് കൊടുത്ത് ഒരു 40 സെക്കൻഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും അതിൻ്റെ മുകൾ ഭാഗം ഒന്നും കൂടെ ആവാൻ വേണ്ടിയിട്ടൊന്ന് തിരിച്ചിട്ടതാണ്. ഒറ്റ ചട്ടകം വെച്ച് കണ്ട് എനിക്ക് എടുക്കാനൊരു പ്രയാസം തോന്നിയപ്പോൾ കുറേ ചട്ടകം കൂടി വെച്ച് കൊടുത്തതാണ്. കാണാൻ പറ്റുന്നുണ്ടാവും, ഇത് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും വറുത്തത് പകുതി മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കലത്തപ്പം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല ആരെടുത്ത കലത്തപ്പം കിട്ടും. മാവ് ചട്ടിയിലേക്ക് ഒഴിക്കുമ്പോൾ ചട്ടിക്ക് നല്ല ചൂട് വേണം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ശർക്കരപ്പാനി നല്ല ചൂടോടുകൂടി തന്നെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം, എങ്കിലേ നമുക്ക് നല്ല ആരെടുത്ത കലത്തപ്പം കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.